വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ മർദ്ദനമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് കാണുന്ന അമ്മമാർക്കൊക്കെ നിങ്ങളുടെ മക്കളൊക്കെ സേഫ് ആണോ എന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളെ ആയിരിക്കും. മോളെ വീട്ടിൽ എങ്ങനെയൊക്കെയുണ്ട്, ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, മോളെ വല്ലതൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് ചുമ്മാ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ചില മക്കളാണെങ്കിൽ അമ്മ ഞാനിവിടെ ഹാപ്പിയാണ്, നല്ല രീതിയിൽ ജീവിക്കുവാണ്, കുഴപ്പമില്ല, എനിക്ക് ഒന്നിനും ഇവിടെ ഒരു കുറവില്ലെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചോദിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ 1 2 3 4 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും അന്ന് ചോദിച്ച സമയത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആരതിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഉത്തര ഓർമ്മ വരും, വിസ്മയ ഓർമ്മ വരും, വിഭജിക ഓർമ്മ വരും, ഡോക്ടർ ഷഹനാസിനെ ഓർമ്മ വരും. അങ്ങനെ നിരവധി പെൺകുട്ടിയുടെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ വേണ്ട ഈ പറയുന്ന ആരതിക്ക് 27 വയസ്സുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് അതുൽ. തിരുവനന്തപുരം ആറ്റുകാൽ അവിടെ ഒരു വാടക വീട്ടിൽ നടന്നൊരു സംഭവമാണ്. അവിടെ ആരതി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഭർത്താവ് നല്ലവനായിട്ടുള്ള ഉണ്ണി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ നല്ല മാന്യം, നല്ല പക്വത, എല്ലാ കാര്യങ്ങളും ഉണ്ട്, വീട്ടുകാർക്കാണെങ്കിലും ഇഷ്ടം, ആഹാ ഒരു കുഴപ്പമുണ്ടാക്കുന്ന പയ്യൻ. പക്ഷേ എന്ത് ചെയ്യാനാ, കുടിച്ചിങ്ങോട്ട് വന്നിട്ട് കിടക്കുമ്പോൾ ഭാര്യ എടുത്തിട്ട് അടിക്കുക, തൊഴിക്കുക, 1.5 വർഷം കൊണ്ടുള്ള പീഡനം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം ഗതിയിട്ട് അവന് വേറൊരു റിലേഷൻ ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ജീവനും കൂടെ കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ മുൻ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു. നിശ്ചയം വരെ ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ പെണ്ണും ഇതുപോലെ ആത്മഹത്യ ചെയ്ത് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താ പറയണ്ടേ, ഈ പെൺമക്കൾക്ക് തൂക്കുകയർ മേടിച്ചു കൊടുക്കാമെന്ന് പറയത്തില്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അമ്മേ, അച്ഛാ, എനിക്ക് വയ്യ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, അയാൾ എന്നെ വഴക്ക് പറയുന്നത്, എന്നെ അടിക്കുന്നത്, അയാൾ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാനും വയ്യ, സമാധാനമില്ല എന്നൊക്കെ മക്കൾ വന്ന് പറയുമ്പോൾ അമ്മ, അതൊക്കെ എല്ലാ വീട്ടിലുള്ള നിൻ്റെ അച്ഛൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇതുപോലുള്ള കുറേ തൊലിഞ്ഞ വർത്താനം പറയുന്ന അമ്മമാരും കൂടെ കേൾക്ക ചെയ്ത് ഞാനൊരു കാര്യം പറയാം. മക്കളുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നോക്കുക. മക്കളെ ഉണ്ടാക്കി കെട്ടിച്ച് വിട്ടാൽ മാത്രം പോരാ. പറഞ്ഞ് മനസ്സിലായോ? കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നല്ല ബന്ധമാണ്, ചെറുക്കൻ പോലീസിലാണ്, ചെറുക്കൻ അവിടെയാണ്, ചെറുക്കൻ ഹൈ ലെവലാണ്, ഞങ്ങളുടെ മരുമൻ പാവമാണ്, എൻ്റെ കുഞ്ഞും അതുപോലെയാണ്, പാവമാണ് എന്നൊക്കെ നാട്ടുകാരോട് വീമ്പിളക്കി നടക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കി സംസാരിക്കാൻ ഈ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, 50 പവനാണ് ആരതിക്ക് കൊടുത്തത്. 50 പവൻ. ആരതിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതും കുറേ കടകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ആ പാവം പിടിച്ച അച്ഛൻ ആ മകളെ കെട്ടിച്ചു വിടുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഇളയ മകൾ ആരതി 50 പവൻ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ എന്താ പറയണ്ടേ, ഇറാൻ, കുവൈറ്റ്, ഖത്തറിലൊക്കെ ഞാൻ ഷിപ്പിലായിരുന്നെങ്കിൽ പോലും ആ ഒരു കൺട്രീസിൽ വർക്ക് ചെയ്ത് എനിക്കറിയാം. അവിടുത്തെ ചൂടാണെങ്കിലും അവിടുത്തെ ബുദ്ധിമുട്ടാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പെയിൻ ഒരു 1.5 വർഷം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഞാൻ ഷിപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് 2-3 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ട് 2-3 വർഷം കഷ്ടപ്പെട്ടു, 2-3 മാസം നാട്ടിൽ വന്ന് കാണുന്ന ഗൾഫുകാരെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇപ്പോൾ ഒരു വാഴ 2 ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ പടം കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഗൾഫ് ജീവിതമൊക്കെ ചെറുതായിട്ടൊക്കെ ആ പടത്തിൽ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പൈസയാണ് അത് ഈ മക്കൾക്ക് വേണ്ടി. 50 പവന്. ആ നാറി എന്ന് പറയുന്നവൻ, ആ നല്ലവനായിട്ട് ഉണ്ണി തന്നെ ഈ കാണുന്നവൻ അതെല്ലാം നശിപ്പിച്ചെല്ലാം കഴിഞ്ഞ് തേണ്ടേ ഓരോ ദിവസം ഇനി എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ അഴിക്കും, തൊഴിക്കും. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുമ്പത്ത് ചൊറിച്ചിൽ വരുമ്പോൾ മാത്രം ഭാര്യയോട് സ്നേഹം കാണിക്കും. അതിൽ കുറച്ച് സമയങ്ങൾ 1-2 മണിക്കൂറിൽ മാത്രം അത് കാണിക്കും. അത് കഴിയുമ്പോൾ അതും കാണത്തില്ല. എന്താ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ? ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടി വെക്കുന്ന കുറേ ടീംസുകളുണ്ട്. ഇതുപോലുള്ള നാടുകൾ അങ്ങനെ കാണുന്നത്. നമുക്ക് വേറെ ബന്ധമുണ്ടല്ലോ. എടാ, കല്യാണത്തിന് മുമ്പ് ആർക്ക് എന്ത് വേണമെങ്കിലും ആവാം. എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിച്ചു. കല്യാണം കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒതുങ്ങാൻ നോക്ക്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ വീഡിയോയിലോട്ട് പോവുകയൊക്കെ ചെയ്യാം. അച്ഛനും അമ്മയും എല്ലാം അച്ഛനും അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാറ്റ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വന്നിട്ടിരുന്ന അമ്മ കരയുന്നത്. എനിക്ക് അമ്മയോട് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളോടും പുച്ഛമേ ഉള്ളൂ. നിങ്ങൾ ഈ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. 1, 2, 3, 4, 5, 6 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മകളെ മറക്കും. നാളെ ഒരു ഫോട്ടോയിൽ മാത്രം നിങ്ങളുടെ മകളെ ഓർത്തും എൻ്റെ മോൾ മാത്രം ഇതായി. ചിലപ്പോൾ അയൽക്കാരെ കാണുമ്പോൾ കാര്യം, ബന്ധുക്കാരെ കാണുമ്പോൾ കാര്യം. ഈ ഒരു വിഷയത്തിൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചു അമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ്. എന്നിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കാത്തൊരു വർഗ്ഗങ്ങൾ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കേസ് ആയിട്ട് വന്ന സമയത്ത് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അവിടെ അച്ഛനോട് പോയി കാര്യം പറഞ്ഞു. നേരെ വീട്ടിൽ പോയിട്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ മോളെ വേണം, മോളെ ഇനി കൊണ്ടുവന്നു. അവളിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തന്തന്മാർ വേണം. കാരണം എല്ലാവരും എന്താണെന്നറിയാമോ ഈ പ്രശ്നം സോൾവ് ചെയ്യണേ. ഇനിയിപ്പോൾ ബന്ധം മുടങ്ങി നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും, എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ, എൻ്റെ മോൾ ഇങ്ങനെ ആയതുകൊണ്ടാണോ? ഇപ്പോൾ ചില അയൽക്കാരെന്ത് കൊടുക്കും, നൈസായിട്ട് അവിടെ വിളിച്ചിട്ട് കാര്യം തിരക്കും. എന്താണ് ആ കൊച്ച് നൈസായിട്ട് അവിടെ നിന്ന് പോകാൻ കാര്യം എന്ന് ചോദിക്കും.
അപ്പോഴത്തേക്ക് ഇന്ന പോലെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ടീംസ് എല്ലാം നാട് മൊത്തം പറ്റും. ഇതൊക്കെ ഈ പറയുന്ന വീട്ടുകാരുടെ മൈൻഡിലുണ്ട്. ഈ വീട്ടുകാർ ഇതെല്ലാം മൈൻഡിൽ വെച്ചിട്ട് മോൾ അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരം. പിന്നെ വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നെയും ചിലവാകും, പിന്നെയും കടവാകും എന്നുള്ള രീതിയിലാണ്. ഇതുകൊണ്ട് മക്കളെ വീടാകുമ്പോൾ തട്ടിയും കലവാകുമ്പോൾ തട്ടി മുട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുന്ന കുറേ ആൾക്കാർ, അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമിച്ച്. അതുകൊണ്ട് മക്കളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവരെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ നോക്കുക. വീടാകുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് മക്കളെ ദ്രോഹിക്കുമോ തൊഴിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഇടി മേടിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ആ പെൺകുട്ടിയുടെ അമ്മ സംസാരിക്കുന്നത്, അമ്മാവന്മാർ സംസാരിക്കുന്നതൊക്കെ ഞാനൊന്ന് വെച്ചുതരാം. ആദ്യം അമ്മ, ഞാൻ അമ്മ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടാണ് കൂടുതലും ദേഷ്യം. കാരണം അതെല്ലാം കുട്ടി തുറന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളത്, എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ അമ്മേ, സഹതാപം മാത്രമേ ഉള്ളൂ, ഒരു വിഷമവും ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഏഞ്ചൽ, ഈ സമാനമായ സാഹചര്യം മുമ്പ് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്, എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു കൈ അകലത്തിൽ നിയമ സഹായമടക്കം ഉണ്ടായിട്ടും സഹായിക്കാൻ ഉറ്റവരാളുകളായി ചുറ്റുമുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുകയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. ഇപ്പോൾ അമ്മ സംസാരിക്കുന്നതിൽ നിന്ന് ഭർത്തൃവീട്ടിൽ അവർ നേരിട്ടത് എന്തെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹത്തിൽ പാടുകളുണ്ട്, പുറത്തു വന്ന ഈ ചിത്രങ്ങളിലും മർദ്ദനത്തിന്റെ സൂചനകളുണ്ട്. ഈ ജീവൻ എടുക്കുക എന്നുള്ള കടുകയിലേക്ക് ആര് പോയത് എങ്ങനെയാണ്, എന്താണ് ചുറ്റും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഏഞ്ചൽ, നിമ്മി അവിടെ നിൽക്കി, ഞാൻ അമ്മയുടെ ഒന്ന് വെക്കട്ടെ. ഞാൻ അതാണ് സത്യത്തിൽ വെച്ചത്, ക്ലിപ്പ് മാറിപ്പോയല്ലോ ഗൈസ്. നിൽക്ക്, ഞാനിപ്പോൾ ഈ ഒരു കേസ് ഇട്ട് വെറും നോർമലായിട്ട് മാത്രമേ ഞാൻ അങ്ങ് സംസാരിക്കുന്നുള്ളൂ. കാരണം എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ല ദേഷ്യമുണ്ടടാ, ഉള്ള കാര്യം പറയാലോ. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്കും വീട്ടുകാർ അവന് സപ്പോർട്ടാണ്. പിന്നെ അവൻ്റെ മക്കൾക്ക് അതങ്ങനെ എങ്ങനെയായാലും ആൺമക്കൾക്ക് അവർ അമ്മമാർ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ മകൾക്ക് എന്തുകൊണ്ട് ചെയ്തില്ല അമ്മ? ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചോട്ടെ, അമ്മ എന്തുകൊണ്ട് ചെയ്തില്ല? അമ്മ ഇത് കാണുമെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല, അവർ കാണത്തൊന്നുമില്ലായിരിക്കും. അവർ ബന്ധുക്കാർ കാണുവാണെങ്കിൽ ഒരു കാര്യം പറയാം, കൊച്ചെല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. ആ പാടുകളെല്ലാം ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ എന്റെ ഫോണിലൊക്കെ വെച്ച് എന്റെ ഫോണിൽ കിടക്കുന്നു. ആ സമയം തൊട്ടും കാണാൻ വന്നപ്പോ കള്ളു കുടിക്കുന്നത് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അവന് എവിടെയും കള്ളു കുടിച്ചിട്ട് കൂട്ടുകാര് ഇവന്റെ ഫോണിനാണ് ഒരു ഇത് വന്നത്, അതിൽ ഇവനെ കാണാൻ ബാക്കിയുള്ളവർ എന്നുള്ള അടി. അപ്പൊ ഇവർക്ക് മനസ്സിലായോ പിടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീ വാ ശ്രമിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അത്രയും സ്നേഹിച്ചു പോയി, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ സ്നേഹം കിട്ടാതെ വളർന്നതുകൊണ്ടാണ് അത് എനിക്ക് പിന്നീട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ചേട്ടൻ അത്രയും സ്നേഹിച്ചു പോയി. എനിക്ക് സ്നേഹം കൊണ്ട് കിട്ടാത്ത അമ്മയുടെ വായി തന്നെ വീണില്ലേ. എനിക്ക് തോന്നി ഈ തള്ളയും തന്തയൊന്നും കൊടുത്ത് കാണത്തില്ലായിരിക്കും, ഒന്നാമത്തെ വിഷയം. ഓക്കെ, ഞാൻ പറയുന്നത് ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ കുടിക്കുന്ന കാര്യം, കുടിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിക്കുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, ഫാമിലി നോക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിക്കുകയും സിഗരറ്റും ഒക്കെ വലിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സർക്കിളിലൊക്കെ. പിള്ളേരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും. പക്ഷേ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരെ അടിപൊളിയായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. ദൂർത്തടിച്ച് കിടക്കുന്ന ഇതുപോലുള്ള നാറികളെ ഒന്നും അടുപ്പിക്കരുത്. ഇവനതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവർ വന്നിട്ട് അവൻ കുടിക്കുക അതാണെന്ന് വലിയ ഇതായിട്ട് കുറ്റം പറയുന്ന പോലുള്ള രീതി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ മദ്യം വിൽക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ്, അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ ഇനി ആൾക്കാർ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാം, ഒരിക്കലും അല്ല. 9 മക്കളെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. പിന്നെ കുടിക്കുന്ന ഒരു വിവരമായിട്ട് വലിയ സംസാരിക്കണ്ട. ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഈ തള്ളയ്ക്കും ഇവരുടെ ഭർത്താവിനും കൊടുക്കേണ്ടത്. കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ആദ്യത്തെ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, ഇവർക്കാണ് കൊടുക്കേണ്ടത്. ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഇരുന്നിട്ട് പറയാൻ ഇവർക്ക് നാണമില്ല. കൊച്ചിനെ കൊണ്ട് കൊല്ലാക്കൊല കഴിച്ചതും പോലെ വന്നിട്ട് ഇതിന് ഡയലോഗ് അടിക്കും, അവൻ കുണിക്കും. അല്ല എന്തോ ചെയ്യാനാ. ഇവർക്കും ആദ്യത്തെ ഞാൻ പറയാലോ, ആദ്യം ജയിലിലുണ്ട് ഇവരെയൊക്കെ. കാരണം അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം തുറന്ന് പറഞ്ഞ് അവൻ്റെ സ്വഭാവം കാണിച്ചു കൊടുത്തപ്പോഴും തെളിവ് സഹിതം കണ്ടില്ല, അവൾ ഫോട്ടോ സഹിതം ഇട്ട് കൊടുത്തിട്ട് പോലും അവൾ അവിടെ നിന്നാൽ മതി, നമ്മളവിടെ തൊളിച്ചാൽ മതി. 1 വർഷം മുൻപാണ് വർക്കല സ്വദേശിയായ ആരതിയും കല്ലറ സ്വദേശിയായ അതിലും വിവാഹം കഴിക്കുന്നത്. 6 മാസം മുമ്പാണ് അവർ ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് ജോലിയും അതോടൊപ്പം തന്നെ ആരതിയുടെ കോച്ചിങ്ങിന്റെയും ഒക്കെ ആവശ്യങ്ങൾക്കായി വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ തന്നെ പല കാരണങ്ങളുടെ പേരിൽ അതിൽ ആരതി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. 50 പവൻ സ്വർണം നൽകിയാണ് ആരതി വിവാഹം കഴിപ്പിച്ചയച്ചത്. ആ സ്വർണം പല സമയങ്ങളിലായി അതിൽ പണയം വെച്ചു. പണത്തിന്റെ പേരിലും അതോടൊപ്പം തന്നെ അതിലെ മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ള ആരതിയുടെ സംശയത്തിന്റെ പേരിലും ഒക്കെ പലതരത്തിലുള്ള 50 പവൻ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10-60 ലക്ഷം രൂപ മുതലുണ്ട്. 60 അല്ല, അതിൽ കൂടുതലുണ്ട്. ഞാനൊരു ഊഹം പറഞ്ഞത് മാത്രമേ കണ്ടേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ തന്തയുടെ കഷ്ടപ്പാടാണ്. അതിലെ ഒരു താലിമാല മാത്രം വെച്ചതേ ഉള്ളൂ, ബാക്കിയെല്ലാം അവൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുമോ? ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ
എവിടുത്തെ എന്തോ പറയാനെന്ന് പറ. ഉപദ്രവങ്ങളൊക്കെ ആരതി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും അവർ പറയുന്നു. അതിന്റെ ചിത്രങ്ങൾ 3 മാസം മുൻപ് അതിൽ ആരതി ഉപദ്രവിച്ചതിന്റെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവർ വാടക വീട്ടിൽ താമസിച്ചിരുന്നത് അതുലും ആരതി അതോടൊപ്പം തന്നെ അതുലിന്റെ സഹോദരൻ, ഇവർ 3 പേരുമാണ് വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി അതിലും ആരതിയും തമ്മിൽ ചില വഴക്കുകളുണ്ടായി. ഈ വഴക്കിന് പിന്നാലെ ആരതി വീട്ടിലകത്ത് കയറി മുറി അടച്ചു. അതുൽ ആ സമയത്ത് വീടിന് പുറത്ത് തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് അതുലിന് മനസ്സിലാകുന്നത്. പക്ഷെ അതുൽ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരെ ചുറ്റിനുമുള്ളവരെ സഹായത്തിന് വിളിക്കുകയല്ല ചെയ്തത്. അതുലിന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ എത്തിയതിനു ശേഷമാണ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയും ആരതിയെ മരിച്ച നിലയിൽ കാണുകയും ചെയ്തത്. ഇതിലൊക്കെ വലിയ സംശയമാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉന്നയിക്കുന്നത്. ആരതി ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ചിത്രങ്ങളിൽ നിന്ന് ആരതി അമ്മയ്ക്ക് അയച്ചു കൊടുത്ത ചിത്രങ്ങളിൽ നിന്ന് തന്നെ ആ പരാതി വ്യക്തമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആരതിയുടെ ചുറ്റുവട്ടത്തുള്ളവരും അയൽവാസികളുമായി ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ആ കുടുംബം ഒന്നടങ്കം തന്നെ ഏതെങ്കിലും തരത്തിൽ അയൽവാസികളുമായി സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ഇന്നലെ ബഹളം കേട്ടപ്പോൾ എത്തിയപ്പോൾ മാത്രമാണ് ആരതി അതുൽ എന്നാണ് ഇവരുടെ പേരുകൾ എന്ന് പോലും വ്യക്തമായതെന്നാണ് അയൽവാസികൾ പറയുന്നത്. ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ അതുൽ ആരതിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. അതിന്റെ ചിത്രങ്ങൾ അമ്മയ്ക്ക് നൽകിയിരുന്നു. അമ്മയോട് പരാതിയൊക്കെ പറഞ്ഞിരുന്നു. നല്ല അമ്മ. ഓക്കെ, ഇതാണ് അമ്മയുടെ രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ അമ്മാവും വന്നിട്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. എനിക്ക് അതിനുമ്പോ ഒരു ന്യൂസും കൂടെ ഉണ്ട്. ജീവനോടെ ആരതിയുടെ ചാറ്റ് വിവരങ്ങൾ പുറത്ത്. ആരതിയും അമ്മയുമായുള്ള മാർച്ച് 17 ചാറ്റ് വിവരങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനത്തിലുണ്ടായ പാടിന്റെ ചിത്രങ്ങൾ ആരതി പങ്കുവച്ചിരുന്നു. അമൃത തിരുവനന്തപുരത്ത് നിന്നുണ്ട്. പറയൂ അമൃത, വിവരങ്ങൾ എങ്ങനെയാണ്? നിമി, ആരതിയും അമ്മയും തമ്മിൽ സംസാരിച്ചതിന്റെ ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് 17 ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അതുൽ മർദ്ദിച്ചതിന് ശേഷം ആരതിയുടെ ദേഹത്തുണ്ടായ ഈ മുറിപ്പാടുകൾ, ഇതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചെന്ന നേരത്തെ അമ്മ തന്നെ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ചിത്രങ്ങൾ അയച്ചിരിക്കുന്നത് ഈ ചാറ്റിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല ഈ അതുലിന്റെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാമായിരുന്നു എന്ന് പറയുന്നതിലും ഇന്ന് ആരതിയുടെ അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില ചാറ്റുകൾ ഈ മാർച്ച് 17 ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. കഴിഞ്ഞ ദിവസം ആരതിയുടെ ആത്മഹത്യ ചെയ്ത ദിവസം ആരതിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു മാതാപിതാക്കൾ. പക്ഷെ ആരതി ചെല്ലാൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് മകളുടെ മരണവിവരമാണ് ഈ ആരതിയുടെ മാതാപിതാക്കൾ അറിയുന്നത്. ഈ ആരതിയെ അതിൽ നിരന്തരമായി മർദ്ദിക്കുമെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ അമ്മയും ആരതിയും തമ്മിലുള്ള ചാറ്റിൽ നിന്നും ഇപ്പോൾ വെളിവായിരിക്കുന്നത്. നിലവിൽ അതുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ന്യൂസുകാർക്കൊക്കെ കൊടുക്കാൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര നല്ല തൊലിക്കട്ടിയായിരുന്നു. ഈ ഒരു കാര്യത്തിൽ, മകളുടെ കാര്യത്തിൽ നല്ല സ്റ്റാൻഡായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. 50 പവൻ്റെ ഇത് കൊടുത്തു. അവന് വണ്ടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വണ്ടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് 50 പവൻ്റെ, എനിക്കറിയാൻ പറ്റില്ല. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു നല്ലൊരു വീട് വെച്ച് കൂടായിരുന്നു. അവർക്ക് വാടക വീട്ടിൽ കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നല്ല 10-15 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല വീട് കിട്ടൂടാ. നല്ല വീട് കിട്ടും, നിനക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാമായിരുന്നു. എന്നിട്ട് ആ പാവത്തിനെ എടുത്തിട്ട് കൊല്ല ചെയ്യുകയും ചെയ്ത് കണ്ടവന്മാരോട് പോവുകയും ചെയ്ത് എന്നിട്ട് ഇന്ന് കൊണയടിക്കുന്നു. അമ്മാവൻ പറയുന്നതിൻ്റെ വീഡിയോ ആണ്. പുള്ളി ഇന്നലെ ചാനലിന് കാത്തിരുന്നിട്ട് പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ യുവാനുണ്ടെന്ന് ഞങ്ങള് ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് മുന്നിൽ അവനാണെങ്കിൽ ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഇവരെ കഴിക്കണം, അവരുടെ സ്വന്തം വീട്ടിൽ വന്നു പോകും. വളരെ സന്തോഷമായിട്ടാണ് രണ്ടുപേരും കഴിയുന്നത്. പ്രത്യേകിച്ച് വഴക്കുണ്ട് എന്ന് മാമനായി ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സമയങ്ങളിൽ ഇന്നലെ കോഴിക്കോട് കോളേജിൽ പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു കുട്ടിക്കും ഇതുണ്ടാകാതിരിക്കട്ടെ, ഒരു കുട്ടിക്കും കേരളത്തിലെ ഒരു കുട്ടിക്കും ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ളവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ ആവശ്യം കൂടി ഞാൻ അവസരത്തിൽ പറയുന്നു. ഈ കേസിൽ പരമാവധി തന്നെ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ആ ഒരു വീഡിയോ ഒരു 7 മിനിറ്റോളം കൊണ്ടുണ്ട്. ഞാൻ വെച്ച് നിങ്ങൾക്ക് വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഞാൻ അവനെ 4 എണ്ണം പറയാൻ വേണ്ടി തന്നെ വന്ന വീഡിയോ ആണ്. പക്ഷേ എനിക്ക് പറയേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരോടാണ്, പെൺമക്കളുടെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കളെ കെട്ടിച്ചു വിടുന്ന ഉത്തരവാദിത്തം മാത്രം പോരാ. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരക്കണം. പറഞ്ഞ് മനസ്സിലായി. അല്ല ഇഗ്നോർ ചെയ്ത് വിടുകയല്ല ചെയ്യേണ്ടത്. സത്യാവസ്ഥ തിരക്കണം. അമ്മമാരെ സത്യാവസ്ഥ തിരക്കണം. ചിലപ്പോൾ നിങ്ങളുടെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം. അതും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. 2 പക്ഷം കേൾക്കണം. 2 പക്ഷം കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരു തീരുമാനം എടുത്തു കൊടുക്കണം.
പറഞ്ഞ് മനസ്സിലായോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ പെണ്ണുങ്ങളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന, ആണുങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അതാ പറഞ്ഞാൽ 2 പക്ഷം കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊച്ച് ഇന്നസെൻ്റ് ആണ്. ഞാനൊരു കാര്യം പറയാം, അത്രയ്ക്ക് ആത്മാർത്ഥത്തോടെ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. അതാണ് അവൻ്റെ ഇടിയും ആട്ടും തുപ്പും എല്ലാം കേട്ടപ്പോൾ എന്നെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ അവന് വേറൊരു ബന്ധം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണിനെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പെണ്ണ് ജീവനെ ഒതുക്കിയത്. അല്ലെങ്കിലോ വേറെ വല്ല ടീംസ് ആണെങ്കിൽ വേറെ ഇടത്തിനോട് പോകാനെ. പക്ഷേ അവൾ അങ്ങനെയല്ലായിരുന്നു ചെയ്തത്. അപ്പം നമ്മുടെ വിഷമങ്ങളൊക്കെ വന്നിട്ട് പെൺമക്കൾ കൂടുതലും പറയുന്ന അമ്മമാരോടാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് കേൾക്കാൻ ബാധ്യസ്ഥരാവണം. അത് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണം. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം. ഇല്ലെങ്കിലുള്ള അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം കൊണ്ടിട്ട് കല ഉടയ്ക്കുക എന്ന് പറയുമ്പോൾ പറ്റുമോ? എന്നിട്ട് പോലീസ് വരുമ്പോൾ ചാറ്റ് കാണിക്കുന്നു, അത് കാണിക്കുന്നു, മറ്റേത് കാണിക്കുന്നു, അവന് ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറേ കഴിയുമ്പം അവൻ നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു വരും. ചിക്കനും മട്ടനും ഒക്കെ അടിച്ച് കയറ്റി നല്ല സുന്ദര കുട്ടപ്പൻ. സൗമ്യയുടെ കാര്യങ്ങൾ അറിയാലോ, അന്നാറി ഒറ്റക്കൈന ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. പിന്നെ ലവന, അവനും നല്ല പണി കൊടുക്കണം. അതിനകത്തിട്ട് ഇടിക്കണം അവനെ, സ്റ്റേഷനിലിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കണം അവനെ. ഓക്കെ, ഇതിൻ്റെ വേറെ വല്ല അപ്ഡേറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മമാരോട് എനിക്ക് എന്താ പറയുക, റിക്വസ്റ്റാണ്. കേൾക്കണം. കേട്ട് കഴിയുമ്പോൾ അവനും എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അവനും കേൾക്കാനുള്ള അവസരം കൊടുക്കണം. എന്നിട്ട് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ മോള് വീട്ടിൽ നിന്ന് നാട്ടുകാർ പലതും പറയും, അത് നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ മക്കളെ കാണും. നാട്ടുകാരുമല്ല നമുക്ക് ചിലവിന് തരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഈ ഒരു കാര്യത്തിലും കൂടെ വേണം. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ബൈ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.